വെൽക്കം ടു ഷെലൻസ് കിച്ചൺ ആർട്ട്. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് തട്ടുകട സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ ആണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്താലേ ഇനി ഞാൻ അടുത്തിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. മിക്സിയുടെ ജാറിലേക്ക് 8 അല്ലി ഉള്ളി ചേർക്കാം, 3 പച്ചമുളക്, ഒരു വലിയ കഷ്ണം ഇഞ്ചി, 8 അല്ലി വെളുത്തുള്ളി, ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കാം. ഇപ്പൊ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. 1 കിലോ ചിക്കൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 3 ടീസ്പൂൺ ഉണക്കമുളക്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 കോഴിമുട്ട, 1 ചെറുനാരങ്ങയുടെ ജ്യൂസ്, 3 ടീസ്പൂൺ തൈര്, 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 1 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, നമ്മൾ നേരത്തെ അരച്ചു വെച്ച വെളുത്തുള്ളി, ഇഞ്ചി, ഉള്ളി ചതച്ചത്, ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇത് നമ്മൾ കുറച്ച് സ്പൈസി ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. അതിലേക്ക് കുറച്ച് വേപ്പിലയും കൂടെ ചേർത്ത് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിത് മാറിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ ഒരു 2 മണിക്കൂർ വെക്കാം. ഇപ്പൊ 2 മണിക്കൂർ കഴിഞ്ഞു. നമ്മളുടെ ചിക്കൻ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. നാടൻ വിഭവങ്ങൾക്ക് എപ്പോഴും വെളിച്ചെണ്ണയാണ് നല്ലത്. ഇപ്പൊ വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വേപ്പില ചേർക്കാം. ഇനി അതിലേക്ക് ഓരോ ചിക്കൻ പീസുകൾ ഇട്ട് കൊടുക്കാം. ഒരുപാട് അങ്ങിടണ്ട, ഒരു 5-6 എണ്ണം ഇട്ടാൽ മതി. ഇനി മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സൈഡ് ഇപ്പം മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മറിച്ചിടാം. കോൺഫ്ലോർ ഇട്ടിരിക്കുന്നതുകൊണ്ട് പുറമേയൊക്കെ നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനി മൊരിയാനുള്ള ഭാഗമൊക്കെ പതുക്കെ ഒന്ന് മറിച്ചിടാം. സൈഡൊക്കെ ഒന്നും കൂടി ഒന്ന് മൊരിയാനുണ്ട്. ഇടിച്ച മുളകൊക്കെ ഇട്ടിരിക്കുന്നത് കൊണ്ട് നല്ല സ്പൈസി ആയിരിക്കും ഈ ചിക്കൻ ഫ്രൈ. എരിവ് ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇപ്പൊ 2 സൈഡ് നന്നായി മൊരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഊറ്റി വെക്കാം. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ബാക്കിയുള്ള ചിക്കൻ പീസുകളും നമുക്ക് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സൈഡ് മൊരിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ മറിച്ചിടാം. ഉള്ളിയൊക്കെ ഇട്ടിരിക്കുന്നതുകൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് ഈ ചിക്കൻ ഫ്രൈക്ക്. ഇപ്പൊ എല്ലാ ഭാഗവും നന്നായി മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഊറ്റി വെക്കാം. ഇത് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മളുടെ തട്ടുകട സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. വളരെ സ്പൈസിയും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണിത്. അതിന്റെ മുകളിലേക്ക് കുറച്ച് സവാള ഇട്ട് അലങ്കരിക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്താലേ ഇനി ഞാൻ അടുത്തിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.